Hi friends, ഇന്ന് നമുക്ക് പുതിയൊരു ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനിലെല്ലാം നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും സാധിക്കും. അതിലൊരു ഉദാഹരണമാണ് നിങ്ങൾ യൂട്യൂബ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്തിടാം. അതായത് നിങ്ങൾ യൂട്യൂബ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന ഗ്രൂപ്പ് മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പിലെ ഇൻ്റർനെറ്റ് മാത്രം നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്തിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് അത്യാവശ്യം സ്ലോ ഉള്ള സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഡാറ്റ നിങ്ങൾക്ക് ക്ലോസ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷന് മാത്രം നിങ്ങൾക്ക് ഡാറ്റ ആക്സസ് പെർമിറ്റ് ചെയ്യാൻ മാത്രം സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും ഒരു ഇൻ്റർഫേസ് കാണുക. ഇത് പ്രീമിയം ആപ്ലിക്കേഷനാണ്, പ്രോ വെർഷനാണ്. പ്രോ ഫീച്ചേഴ്സൊക്കെ എനാബിൾ ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ഫ്യൂച്ചർ ഇതിനകത്ത് ലഭിക്കില്ല. ഞാൻ തരുന്ന ഈ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീമിയം വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ആദ്യം ഈ ഭാഗത്ത് കാണുന്ന ഈ എനാബിൾ ബട്ടൺ നിങ്ങളൊന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനാബിൾ ചെയ്ത് കൊടുക്കുകയാണ് ഈ ബട്ടൺ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഫോണ് ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ ഡാറ്റയാണ് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണുക. എനിക്കിപ്പോൾ എൻ്റെ ഫോണിലുള്ള വാട്സപ്പിൻ്റെയും അതുപോലെ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെയും ഡാറ്റ എനിക്ക് ഇവിടെ നിന്ന് ഡിസേബിൾ ചെയ്യണം. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടാണ്. ഇപ്പോൾ നോക്കുക, വാട്സപ്പിൻ്റെ നേരെ നിങ്ങൾക്ക് ഇവിടെ രണ്ട് സിമ്പിൾ കാണാം. ഒന്ന് വൈഫൈയുടെ സിമ്പിളും അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ സിമ്പിളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ വൈഫൈൻ്റെ സിമ്പിൾ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ വൈഫൈ കണക്ട് ചെയ്ത സമയത്ത് വാട്സപ്പിലേക്ക് വരുന്ന ഡാറ്റ ഇവിടെ ഡിസേബിൾ ആയിട്ടാണ് ഇപ്പോൾ കാണുക. അതേപോലെ നിങ്ങളിപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ വൈഫൈയിലല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കാണുന്ന നെറ്റ്വർക്കിൻ്റെ സിമ്പിൾ നിങ്ങളൊന്ന് ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ ഡിസേബിൾ ആവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനിലേക്കൊക്കെയാണ് ഡാറ്റ വേണ്ട എന്നുള്ളത് ആ ആപ്ലിക്കേഷൻ്റെ ഡാറ്റകളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലോസ് ചെയ്തിടാം. ഇപ്പോൾ നിങ്ങളൊരു സ്പീഡ് കുറഞ്ഞ സമയത്ത് ഡാറ്റ സ്പീഡ് കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്നും അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നൊക്കെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടുണ്ടാവും. വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെ വന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് ബ്രൗസിങ്ങിലൊന്നും വല്ല സ്പീഡ് ഉണ്ടായെന്ന് വരില്ല. ആ സമയത്ത് നിങ്ങളുടെ ഫോണിലുള്ള കംപ്ലീറ്റ് ഡാറ്റ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ഡിസേബിൾ ചെയ്തിടാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ആ ആപ്ലിക്കേഷൻ്റെ മാത്രം ഡാറ്റ നിങ്ങൾക്ക് എനേബിൾ ചെയ്തിടാം. ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ നെറ്റ് ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനി ടൈം നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഓൺ ചെയ്ത് വെക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എനി ടൈം വാട്സപ്പിലെ എല്ലാ സമയത്തും വരുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡാറ്റ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏത് ആപ്ലിക്കേഷൻ്റെയും ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിസേബിൾ ചെയ്തിടാം. അങ്ങനെ നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് കൂട്ടാനും അല്ലെങ്കിൽ ബാറ്ററി കൂടുതൽ സേവ് ചെയ്യാനൊക്കെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സഹായിക്കും. പിന്നെ ഇതിനകത്ത് വേറെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു VPN ഇൻബിൽട്ട് ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിതിൽ VPN എനേബിൾ ആയതുകൊണ്ട് കൂടുതൽ ബ്രൗസിങ് ഫാസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ലഭ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇതിനകത്ത് കൂടുതൽ നമ്മളൊന്നും ചെയ്യാനും പഠിക്കാനൊന്നുമില്ല. ഇത് ആർക്കും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.